ഹലോ, ഇന്ന് ഞങ്ങളെ കുടുംബത്തിലെ കുടുംബസംഗമമാണ്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. അങ്ങനെ എത്തി. ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ കുടുംബസംഗമം. എല്ലാവരും നേരത്തെ തന്നെ എത്തിക്കുകയും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പിന്നെ ഇവിടെ പാട്ടും കളിയുന്ന കുടുംബസംഗമം എന്ന് പറയുമ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഗെയിമുകളൊക്കെ നിങ്ങളിങ്ങനെ സംഘടിപ്പിക്കുക, കളിക്കുക. എത്ര സമയമാണെന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഒരു കൂടിയത് കാലപ്പറമ്പിൽ ഈ ഇവിടെ സന്നിധായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് ഈ പരിപാടി വിജയമാക്കി ചെയ്ത എല്ലാവർക്കും എല്ലാ ആശംസകളും നേരിടും. ഇത്ര ആൾക്കാരെ നമ്മൾ എത്തിപ്പെട്ടല്ലോ. അല്പം ആൾക്കാരെ ഈ കുടുംബസംഗമത്തിൽ സംവിധാനം കല്യാണ പരിപാടിക്ക് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. എനിക്ക് നിങ്ങളെ കൂടെ കൂടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. അങ്ങനെ ഉപ്പൻ്റെ പ്രസംഗം കഴിഞ്ഞ് അളാപ്പൻ്റെ പ്രസംഗം കഴിഞ്ഞ് പിന്നെ ഇക്കാക്ക പ്രസംഗിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. പിന്നെ അങ്ങനെ എല്ലാവരുടെ വാക്കുകൾ ആദ്യത്തെ കുടുംബസംഗമമായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പിയാപ്പിളൻ്റെ വകയും പ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ സെക്ഷനിലും അങ്ങനെ ഇന്നെ വിളിച്ചു. കോഴിക്കോട് ഫാമിലിൻ്റെ ഫസ്റ്റത്തെ ഒരു കുടുംബസംഗമാണ് നടത്തുന്നത്. എൻ്റെ ഉപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കുറേ കാലമായിട്ട് ഒരു കുടുംബസംഗമം നടത്തണമെന്ന് കുറേ ആഗ്രഹിച്ച് എന്തായാലും ഇപ്പം ഒരു ആഗ്രഹം ചെറിയ രീതിയിൽ ഇത് നടക്കുകയാണ്. മൊടിയാണിച്ചാലും ഇപ്പം കൂടാൻ പറ്റില്ല. 2016 നമ്മളെല്ലാവരും അവിടെ പോയിട്ട് വെണ്ടക്കാട് പോയി കൂടിയത്. അതിനുശേഷം ഇപ്പം കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുടുംബസംഗമം അത് നടത്താൻ ഇന്നാണ് കഴിഞ്ഞത്. അതിൽ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര സന്തോഷം. ആ ഉപ്പയുടെ സന്തോഷം ഇപ്പൊ ഒരു മുഖത്ത് കാണാൻ. ഉപ്പ ഒരു 6 മാസമായിരുന്നു പുറത്തിറങ്ങിയിട്ട്. ഇന്നാണ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെല്ലാവരും കാണാൻ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്തായാലും നല്ല പരിപാടിയായിട്ട് വിജയിപ്പിക്കുക എല്ലാവരും. പിന്നെ മുഴുവനാക്കാനും സാധിച്ചല്ലോ. മക്കൾ മുന്നോട്ടുള്ള കാലത്ത് മക്കൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകൂല. സ്വന്തം ഏട്ടനെത്തി മക്കളോ ഏട്ടനെത്തിയ മക്കളോ തമ്മിൽ അവരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും മക്കൾക്ക് അറിയാൻ പറ്റൂല. പിന്നെ വാഹനം വരെ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാതെയോ നോക്കാത്ത കാലം വരും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കാലം. അതുകൊണ്ട് നമ്മളെല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മുന്നോട്ട് എല്ലാവരും ഒത്തൊരുമയിൽ ഒരുമിച്ച് ഒരു അങ്ങനെ പരിപാടിൻ്റെ തുടക്കം കുറിച്ചു. ഭംഗിയായിട്ട് എല്ലാവരും പ്രസംഗത്തിലൂടെ തുടക്കം കുറിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഓരോ കളിയും തമാശകളും ഓരോ ഗെയിംസും പാട്ടും ഒക്കെ ആയിട്ട് പോയി മുന്നോട്ടേക്ക്. അങ്ങനെ മൂത്താപ്പ നന്ദിയൊക്കെ പറഞ്ഞ് ഇനി അടുത്തത് നമ്മളെ ഗെയിം സെക്ഷൻ തുടങ്ങിയാലോ എന്നാണ് മൂത്താപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. Oh, so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat. Bajo el sky, baila, baila, sin parar. Shake your body, shine like stars. Baila, baila.
Sing para, shake your body, shine like stars. Baila, baila, baila en el mar. Keep it going, no queda igual. No queda mal, no queda igual, no queda igual. അങ്ങനെ എല്ലാവരും നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് മ്യൂസിക്കൽ ചെയർ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ മ്യൂസിക്കൽ ചെയറൊക്കെ ലാസ്റ്റത്തെ നിമിഷമാണ്. രണ്ട് എളാപ്പാരാണ് മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എളാപ്പൻ്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ട് മത്സരിക്കാൻ. അങ്ങനെ ഒരു എളാപ്പ പോയി. പിന്നെ ലാസ്റ്റത്തെ റൗണ്ടിലേക്ക് എളാപ്പയും അഫ്താബും കൂടി മത്സരിച്ച് അതിൽ ആര് കൊണ്ടുപോകും എന്നുള്ള കൺഫ്യൂഷന്. അങ്ങനെ രണ്ടുപേരും കൂടി ചെയർ തുല്യ സ്ഥാനം പങ്കിട്ടു. പിന്നെ ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ ഇതിൻ്റെ ഉപ്പൻ്റെ ഇത്താത്ത. നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നതാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിൻ്റെ 2 അനിയത്തികളാട്ടോ. പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി. പിന്നെ ലാസ്റ്റ് ആ ഹോൾ വിട്ട് ഇറങ്ങുന്നത് ഞങ്ങളെ സെക്ഷനാണ്. ലാസ്റ്റ് ഞങ്ങളാണല്ലോ വന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറി. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. നല്ല അടിപൊളി റാഹത്തായിട്ട് കഴിഞ്ഞ്. ഇനി എല്ലാ വർഷവും ഇതുപോലെ കുടുംബസംഗമം നടത്തണം എന്നാണ് എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തിയത്. ഇൻഷാ അല്ലാഹ് പഠിച്ചു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.